നമസ്കാരം. ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുന്നതാകുന്നു. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല കാര്യങ്ങളും കർമ്മഫലത്താലാണ് അനുഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ചില ദുഷ്കർമ്മങ്ങൾ മറ്റുള്ളവർ നമ്മെ തകർക്കുവാനായി ചെയ്യുന്നതാകുന്നു. അത്തരത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ചിലർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് വശീകരണം, അല്ലായെങ്കിൽ കൂടോത്രം എന്ന് പറയാം. വശീകരണം ഒരിക്കലും മറ്റുള്ളവർക്ക് നന്മ കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഓരോ വ്യക്തിക്കും തങ്ങളുടെ ജീവിതം സ്വന്തം താല്പര്യങ്ങളോടെ ജീവിക്കുവാൻ അവകാശം ഉണ്ടാകുന്നതാണ്. ഇത് ദൈവം തന്നെ നൽകിയിരിക്കുന്ന അവകാശമാകുന്നു. ഈ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുവാൻ ആർക്കും തന്നെ അവകാശം ഉണ്ടാകുന്നതല്ല എന്നതാണ് വാസ്തവം. ജീവിതത്തെ മറ്റുള്ളവരെ അതിനാൽ ഒരിക്കലും ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നശിപ്പിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആദ്യം ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ ജീവിതത്തിൽ എത്രയോ ഇരട്ടി ദുഃഖം പിന്നീട് നാം അനുഭവിക്കേണ്ടി വരുന്നതാകുന്നു. ആഹാരത്തിലൂടെ, ശരീരത്തിലൂടെ, ചിത്രങ്ങൾ എന്നിവ പല രീതിയിൽ ഒരു വ്യക്തിയെ വശീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ എപ്രകാരം ഒരു വ്യക്തിയെ മറ്റുള്ളവർ ദുഷ്കർമ്മങ്ങളിലൂടെ വശീകരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കൃത്യമായി പറയുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. വശീകരണം ബാധിച്ച വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും കൂടാതെ കൂടോത്രം ബാധിച്ച വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കൂടാതെ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ദുർഗന്ധം. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ വശീകരണ പ്രയോഗം അല്ലെങ്കിൽ കൂടോത്രം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ, അതായത് വശീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം എപ്പോഴും വന്ന് ചേരുന്നതാകുന്നു. എത്ര തന്നെ നാം കുളിച്ചാലും ഈ ദുർഗന്ധം നമ്മെ വിട്ട് പോകുന്നതല്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ പോലും സാധിക്കാത്ത വിധം ജീവിതത്തിൽ പലപ്പോഴും ഇവർ അകപ്പെട്ടു പോകുന്ന അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. ഇത്തരം അവസ്ഥയിലൂടെ ഇവർ കടന്ന് പോകുന്നതുമാണ്. വശീകരണവുമായി ബന്ധപ്പെട്ട് പൊതുവെ ഏവരിലും കാണുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. കൂടോത്രം ബാധിച്ചവരിലും ഇത്തരത്തിലുള്ള ലക്ഷണം വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. കലഹം. എത്ര ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ വശീകരണത്താൽ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവം ചിലപ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം മാറിപ്പോകുന്നു എന്ന് തന്നെ പറയാം. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് എത്ര ശാന്ത സ്വഭാവം ആയിരുന്നവരും വശീകരണത്തിൽ പെട്ടുപോയാൽ അവർ കലഹത്തിൽ, അതായത് കലഹപ്രിയരായി മാറുന്നു എന്ന് തന്നെ പറയാം. വീടുകളിൽ കലഹമൊഴിഞ്ഞ് ഒരു ദിവസം പോലും ഉണ്ടാകുന്നതല്ല എന്ന പ്രത്യേകതയും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ കലഹം വീടുകളിൽ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇതും ഒരു വ്യക്തിയെ മറ്റാരോ വശീകരണ പ്രയോഗം നടത്തിയതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം. മാനസികമായി. ഒരു വ്യക്തിയിൽ വശീകരണ പ്രയോഗം മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥതകളാൽ നിറയുന്നതാകുന്നു എന്ന് തന്നെ പറയാം. എപ്പോഴും മാനസികമായ അസ്വസ്ഥതകൾ ഇവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാകുന്നു. എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത അവസ്ഥയിലൂടെ ഇവർ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാം. ഇതിനാൽ പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. മാനസികമായി ആകെ, പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ തന്നെ തകർച്ചയുടെ വക്കിൽ എത്തുന്ന അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ കൂടോത്രം ബാധിച്ച വ്യക്തിയിലും ഇത്തരത്തിലൊരു ലക്ഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ പൊതുവെ ഇത്തരം ലക്ഷണം കാണുന്നത് അതീവ ദോഷകരമാണ് എന്നാണ് വിശ്വാസം. ആര് പറഞ്ഞാലും, ചിലർ മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കാത്തവരായി മാറുന്നതാകുന്നു. എത്ര നല്ല ഉദ്ദേശത്തോടെയാണ് ഇവരോട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് എങ്കിലും അവർ അത് അനുസരിക്കാതെ ഇരിക്കുകയും അതൊന്നും ചെവിക്കൊള്ളാതെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതാകുന്നു. ജീവിതത്തിൽ ദൈവത്തെ പോലും ഇവർ ബഹുമാനിച്ചിരുന്നവർ ആയിരുന്നു എങ്കിൽ പോലും ഈ അവസ്ഥയിലൂടെ ഇവർ കടന്ന് പോകുന്നവരാകുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. ബോധ്യപ്പെടാതെ, അതായത് ഈ കാര്യങ്ങൾ ഒന്നും ബോധ്യപ്പെടാത്ത അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ വന്ന് ചേരുന്നതും മറ്റൊരു ലക്ഷണമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ ഈ ലക്ഷണമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
ഒരു വ്യക്തിയോട്, വശീകരണം പ്രവർത്തിക്കുന്ന വ്യക്തിയോട് വളരെയധികം ആകർഷണം ഇവർക്ക് തോന്നുന്നതാകുന്നു. ലോകത്ത് മറ്റാർക്കും തന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ സാധിക്കില്ല എന്ന ചിന്തയിലൂടെ ഇവർ കടന്നു പോകും എന്ന് തന്നെ പറയാം. ഈ വശീകരണം പ്രവർത്തിച്ച വ്യക്തിയെ ഇവർ അത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇവർ എത്ര നല്ലവരോ ദുഷ്ടരോ ആയിരുന്നാലും അവരുടെ കുറവുകളും ദോഷവശങ്ങളും ഈ വ്യക്തി മറന്നു പോകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ഇത്തരത്തിലൊരു ചിന്തയും ഇവരുടെ മനസ്സിൽ വരുന്നതല്ല. ഇതും വശീകരണ പ്രയോഗത്തിൽ പെട്ട ഒരു വ്യക്തിയിൽ കാണുന്ന ദോഷകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. എന്ത് പറഞ്ഞാലും പൊതുവെ പറയുകയാണ് എങ്കിൽ ആര് വശീകരണ പ്രയോഗം നടത്തുന്നുവോ അവർക്ക് ചുറ്റുമായിരിക്കും ഇത് പ്രയോഗിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതം. അവർ പറയുന്നത് മാത്രം അനുസരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുവാൻ പോലും ഇവർക്ക് സാധിക്കുന്നതല്ല. അതാണ് ഏറ്റവും വലിയ ന്യൂനത. ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വന്ന് ചേരുമ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതാണ് എന്നുകൂടി ചിന്തിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ദേഷ്യം ഒരു വ്യക്തിയുടെ ജീവിതം ആകെ മാറി മറിയുന്നതാകുന്നു. എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദേഷ്യം വന്ന് തുടങ്ങുന്നതാണ്. കൂടാതെ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിൽ പോലും അമിതമായ ദേഷ്യം ഇവർക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. എത്ര ദോഷം വരാതെ നോക്കുകയാണ് എങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. എന്ത് ചെയ്താലും അതിൽ വിജയിക്കുവാൻ സാധിക്കാതെ പതറി നിൽക്കുന്ന അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഇത്തരത്തിൽ വന്ന് ചേരുന്ന ദോഷഫലം ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ ഒരു ലക്ഷണവും സൂക്ഷിക്കുക. വിഭ്രാന്തി, മാനസികമായ തകർച്ച ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വിഭ്രാന്തി വന്ന് ചേരുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ജീവിതം എല്ലാ രീതിയിലും നശിക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികപരമായും മനസമാധാനം ഇല്ലാതെയും അങ്ങനെ പല ബുദ്ധിമുട്ടുകളാലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്ന് ചേരുന്നതാകുന്നു. ഒരു തരത്തിലും സ്വാഭാവികമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്ന ഘട്ടം പോലും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരം അവസരങ്ങളിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പരിഹാരം, നിരവധി പരിഹാരങ്ങൾ ഉള്ളതാണ്. അതിൽ ഒരു പരിഹാരം ഇപ്രകാരമാണ്. ഒരു ചെറുനാരങ്ങ കയ്യിലെടുത്ത് ശരീരത്തിന് ചുറ്റും 7 തവണ ഒഴിയുക. ശേഷം പറമ്പിൽ അല്ലെങ്കിൽ വെളിയിലേക്ക് വലിച്ചെറിയുക. തിരിഞ്ഞു നോക്കാതെ നടക്കുക എന്നത് നാം ചെയ്യേണ്ടതാകുന്നു. തിരിഞ്ഞു നോക്കിയാൽ ദോഷം വീണ്ടും ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. തിരിഞ്ഞു നോക്കാതെ വീട്ടിൽ എത്രയും വേഗം കയറുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ആരോടും സംസാരിക്കാതെ തിരികെ വീട്ടിൽ കയറുക. തിരുവിഴ ക്ഷേത്രം, ശിവക്ഷേത്ര ദർശനം എന്നിവ നിത്യവും ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു.